അത് ആക്ച്വലി ഒരു തെറ്റിദ്ധാരണയാണ്. കണ്ണട ഒരിക്കലും കാഴ്ചക്കുറവിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് അല്ല. ഇപ്പം നമുക്ക് കാലിന് ബലക്കുറവുണ്ടെങ്കിൽ വാക്കിംഗ് സ്റ്റിക്ക് യൂസ് ചെയ്താൽ കുറച്ച് ബെറ്റർ ആയിട്ട് നടക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് കണ്ണട യൂസ് ചെയ്താൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഡോക്ടേഴ്സ് ഗ്ലാസ്സസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടും അത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കുട്ടികൾക്കും അഡൽട്സിലും ഡിഫറെൻറ്റ് ഇഫക്ട്സ് ആണ്. കുട്ടികളുടെ കേസിലാണെങ്കിൽ നമ്മൾ ഏർലി ഡിറ്റക്ട് ചെയ്തത് പ്രോപ്പറായിട്ട് ആ ഗ്ലാസ്സസ് യൂസ് ചെയ്തില്ലെങ്കിൽ ആംബ്ലിയോപ്പിയ ഓർ ലേസി ആയി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, അത് കുറച്ചുകൂടെ അവർ ഏജ് പ്രോഗ്രസ് ആവുന്നതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അഡൽട്സിൻ്റെ കേസിലാണെങ്കിൽ അവർക്ക് ഐ സ്ട്രെയിനും ഹെഡ് ഏക്കും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ പാരൻസ് പൊതുവെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കണ്ണട യൂസ് ചെയ്ത് കഴിഞ്ഞാലും പ്രിസ്ക്രിപ്ഷൻ ചേഞ്ച് വരാറുണ്ടല്ലോ എന്ന്. അത് കണ്ണട യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു കുഴപ്പമല്ല. കുട്ടികളുടെ ഒരു ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ മയോപ്പിയ കണ്ടീഷൻ, അത് അവരുടെ കണ്ണിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് പവർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. 18 to 20 years വരെയെല്ലാം ആ ഒരു ചേഞ്ച് പ്രതീക്ഷിക്കാം. അതിനപ്പുറം സ്റ്റെബിലൈസ് ആയിക്കോളും. കണ്ണട യൂസ് ചെയ്ത് തുടങ്ങിയിട്ടും പവർ വേരിയേഷൻ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നു എന്നാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ ഡയബറ്റിസ്, അൺകൺട്രോൾഡ് ഡയബറ്റിസ് വല്ലതും ഉണ്ടാവാം, അല്ലെങ്കിൽ ഉറക്കക്കുറവ് കാരണം അങ്ങനെ വരാം. സ്ക്രീൻ ടൈം ഒക്കെ എക്സസ് ഉള്ളവർക്കും അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് അങ്ങനെ കണ്ണട പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും യൂസ് ചെയ്യാൻ ശ്രമിക്കുക.